Hello friends, welcome. Free4Fun Feel The Fun. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കത്തിൻ്റെ മുകളിൽ ഫിംഗർ പ്രിൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ സൂക്ഷിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ അടയാളം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഏത് ഒബ്ജക്റ്റിൽ നിന്നും നമുക്ക് ഫിംഗർ പ്രിൻറ്റ് എടുക്കാൻ കഴിയും. നമ്മൾ പല സിനിമയിലും പല സീരിയൽസിലൊക്കെ കണ്ടുണ്ടാവും ഈ ഫിംഗർ പ്രിൻറ്റ് എടുക്കുന്ന പരിപാടി. നമ്മൾ പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ട് അത് എങ്ങനെ എടുക്കുന്നതെന്ന്. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഇത് എങ്ങനെ എടുക്കുന്നതെന്ന്. അപ്പോൾ സംഭവം ഞാൻ എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാനത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഗ്ലൂ ആണ്. അത് സാധാരണ ഏതെങ്കിലും സൂപ്പർ ഗ്ലൂ എടുത്താൽ പോരാ. നമുക്കിതിൽ സൈനോ അക്രിലൈറ്റ് എന്ന് പറഞ്ഞാൽ ചേരുവുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഞാൻ ആദ്യം പറയട്ടെ, ഇത് വെറും എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മളിത് ചൂടാക്കുമ്പോൾ ഇതിൻ്റെ സൂപ്പർ ഗ്ലൂവിൻ്റെ ഫ്യൂമ് നമ്മൾ വിചാരിച്ച സാധനത്തിൻ്റെ മുകളിൽ പറ്റി പിടിക്കും. അങ്ങനെയാണ് നമുക്ക് ഈ ഫിംഗർ പ്രിൻറ്റ് കിട്ടുന്നത്. ഓൺലൈനിൽ തന്നെ പല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ മാക്സിമം സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയുള്ള ചേരുവ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പിന്നെ ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഒരു ബേക്കിംഗ് സോഡയാണ്. അതേപോലെ തന്നെ കുറച്ച് പഞ്ഞി ആവശ്യമുണ്ട്, കോട്ടൺ. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കരിൻ്റെ കട്ട വേണം. അല്ലെങ്കിൽ നമുക്ക് കൊക്കോ പൗഡർ എടുത്താലും മതി. ഈ കരിക്കട്ട നമുക്ക് പൊടിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് ഒരു സെലോ ടൈപ്പാണ്. അത് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അലൂമിനിയം ഫോയിൽ. അപ്പോൾ ഞാനൊരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കോട്ടൺ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സാധനം 1-2 ദിവസം കൊണ്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇതിൽ നനവുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ഗ്ലൂ ഇതിൽ ഉറ്റിച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. ഞാൻ 2-3 ദിവസം കൊണ്ട് വെയിലത്തിട്ട് ഉണക്കിയ സാധനമാണിത്. ഇത് ഫുള്ള് ഡ്രൈ ആയിട്ട് കിട്ടും, തീരെ വെള്ളം പാടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ 2 സാമ്പിൾ കാണിച്ചിരുന്നുണ്ട് ഇത്. കാരണം സൈഡിലുള്ള സാധനം നനഞ്ഞതാണ്, മറ്റേത് ഞാൻ 2 ദിവസം ഉണക്കിയ സാധനമാണ്. എനിക്കിപ്പം കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കിതിൽ പുക മരിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്കിതിൽ കളർ മാറുന്ന കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചില്ല് എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ ഞാൻ ഫിംഗർ പ്രിൻറ്റ് പതിക്കുന്നുണ്ട്. കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്. എനിക്കിത് ലെങ്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സാധനവും കാണൂല. കാരണം അതത്രയും മൈന്യൂട്ട് സാധനമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. ഇത് വേറൊന്നിനല്ല, ഇത് നമുക്കിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സ്, ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഞാനിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ സ്ക്വയർ ഷേപ്പിലാക്കി എടുത്ത സാധനം നമ്മുടെ ഇതിനിടുന്നുണ്ട്. ഞാനൊരു പെട്ടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാത്രം കാണാം. ഈ പാത്രം എന്തിനു വെച്ചാന്ന് വെച്ചാൽ ഇതിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്തായി ഒരു പഞ്ഞി ഇടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിന്ന് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഡെവലപ്പ് ചെയ്താലോ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതൊന്നുമില്ല. നമ്മളിത് ഒരു സ്ഥലത്ത് വെക്കണം. നമുക്കിതിൻ്റെ സൈഡിൽ വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതിന് അടുത്തായി ആഡ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ ഗ്ലൂ ആണ്. ഈ സൂപ്പർ ഗ്ലൂ ഉറ്റിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഫ്യൂമ് വരുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഫ്യൂമ് വരുമ്പം തന്നെ ഇത് അടയ്ക്കുക. അതേപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം വീട്ടിനകത്ത് ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം ഇതിലുള്ള ഗ്യാസ് നമ്മളെ ശരീരത്തിന് ഭയങ്കര കേടായിരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ തുറന്ന സ്ഥലത്തുനിന്ന് വേണം ചെയ്യാൻ. അതുപോലെ നമ്മൾ വീട്ടിനകത്ത് ചെയ്താൽ പോലും ഈ ഡബ്ബ പുറത്ത് കൊണ്ടുവച്ച് വേണം തുറക്കാൻ. അപ്പം ഞാനിവിടെ ഒരു അമ്മിക്കല്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കരി പൊടിക്കാൻ വേണ്ടി എടുത്താണ്. നിങ്ങൾക്ക് സാധാരണ കല്ലിൻ്റെ മുകളിൽ വെച്ചാലും പൊടിച്ചാൽ മതി. നമുക്ക് പൊടിച്ച് നല്ല നൈസ് പൊടിയായിട്ട് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ നല്ല പൊടിയാക്കി എടുത്തിട്ടുണ്ട് ഈ സാധനം. അപ്പോൾ നമ്മൾ തുറക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ സൂക്ഷിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ അടയാളം കാണാൻ പറ്റും. എന്തായാലും നമുക്കിത് കൊക്കോ പൗഡറോ അല്ലെങ്കിൽ കരിയിൻ്റെ പൊടിയോ ഉപയോഗിച്ച്
നമുക്ക് എന്തായാലും ഡെവലപ്പ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ഞി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ പൊടിയുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് പൊടുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, ഒരു റിസ്ക് എടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി പൊടി ഇതിൽ നിന്ന് തട്ടി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇനിയിപ്പോൾ അഥവാ ഈ സാധനം നമ്മൾ ചെയ്തിട്ട് ഓവറായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ തട്ടിയിട്ട് പിന്നെ ആദ്യം മുതൽ ചെയ്യാവുന്നതാണ്. ഈ സാധനം നമ്മളപ്പം വളരെ പ്രഷർ കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ അഥവാ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇളകി പോകാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ നമുക്ക് ഇതേപോലെ തന്നെ കരി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൊക്കോ പൗഡർ യൂസ് ചെയ്യാം. ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് പെൻസിലിൻ്റെ ഈ ലെഡിൻ്റെ മുകളിലുള്ള കരി എടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്കിതിൽ കാണാമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഞാനിതൊരു വെള്ള കടലാസിൻ്റെ ബാക്കിലാക്കി കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ വെള്ള പേപ്പറിൽ വെച്ചിട്ട് കിട്ടിയില്ല. പക്ഷേ ഇത് ഞാൻ ബ്ലാക്കിലേക്ക് വെച്ചപ്പം നിങ്ങൾക്ക് കാണാം, ഇതാ ഫിംഗർ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ നമുക്കിത് സെലോ ടൈപ്പ് വെച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബെല്ലൈക്കണും കൂടി അമർത്തി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ സെലോ ടൈപ്പ് കൊണ്ട് ഇത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീട്ടിലെ ഏത് ഒബ്ജക്റ്റും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഫിംഗർ പ്രിന്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ 2 ഗ്ലൗസ് ഒക്കെ ഇട്ടുണ്ട് ഫിംഗർ പ്രിന്റ് പതിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അകത്തുള്ള സാധനമായ ആപ്പിളും അതേപോലെ തന്നെ കത്തിയിലും എങ്ങനെയാണ് ഫിംഗർ പ്രിന്റ് ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതിൽ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ പഞ്ഞി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആപ്പിൾ വെക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ആപ്പിളാണ് ചെയ്യുന്നത്, രണ്ടാമതാണ് നമ്മൾ കത്തി ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ സൂപ്പർ ഗ്ലൂ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് തുറക്കാൻ പോവുകയാണ്. നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഫ്യൂമ് ഭയങ്കര കേടാണ് ശരീരത്തിന്. അതുകൊണ്ട് തന്നെ ഈ സാധനം ശ്വസിക്കാൻ പാടില്ല. മാക്സിമം നമ്മൾ മാസ്കോ എന്തെങ്കിലും ഇട്ട് വേണം തുറക്കാൻ. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും തുറന്ന സ്ഥലത്ത് നിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഫിംഗർ പ്രിൻറ്റ് കാണാമെന്ന് വിചാരിക്കുന്നു. ഒന്നെങ്കിൽ നിങ്ങൾക്കിത് സെലോ ടൈപ്പ് വെച്ചെടുക്കാം. ഇനിയിപ്പോൾ സെലോ ടൈപ്പ് ഇല്ല, സ്കാൻ ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ നമുക്ക് ചെറുങ്ങനെ ജസ്റ്റ് ഫോട്ടോ എടുത്താലും മതി. ഫോട്ടോ എടുത്ത് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കത്തി ഫുള്ളായിട്ട് ഈ ബോട്ടിൽ നിൽക്കാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു സിൽവറിൻ്റെ കവറൊക്കെ വെച്ച് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കത്തീൻ്റെ മുകളിൽ ഫിംഗർ പ്രിൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ഞാൻ വിചാരിക്കുന്നത് ഓരോ സൈഡിൽ ഇതാ ഇവിടെ ഏകദേശം ഇവിടെയായിട്ടും അതേപോലെ തന്നെ ഇവിടെയായിട്ടും നമുക്ക് കാണാം ഫിംഗർ പ്രിൻറ്റ് ഡെവലപ്പായി വന്നിട്ടുള്ളത്. കത്തിൻ്റെ സൈഡിലൊക്കെ കാണാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊന്നെങ്കിൽ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെലോ ടൈപ്പിൻ്റെ സംഭവം വെച്ച് ചെയ്യാം. ഇനിയിപ്പോൾ അത് പറ്റില്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് ഡെവലപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫിംഗർ പ്രിൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ ഈ സൈനോ അക്രലിക് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് തന്നെയാണ് ഈ ഫോറൻസിക്കാരും ഇതേപോലെ ഫിംഗർ പ്രിൻറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അതേപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഈ സൈഡിലുള്ള ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ സൂപ്പർ ഗ്ലൂവിൻ്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ഇത് നമ്മുടെ കണ്ണിനും തൊണ്ടയ്ക്കും സ്കിന്നിനും ഒക്കെ കേടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിത് ഈ
പ്രോസസ്സിലൂടെ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് ഇതൊരു 5 ഇരട്ടിയോ 10 ഇരട്ടിയോ നമ്മളിത് കൂടുതലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ആൾക്കാർ ഈ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം മാത്രം ഇത് ചെയ്യാൻ.